ആരാധനയിൽ നാം ദൈവത്തിന്റെ മഹത്വമാകണമേ. ആമേ നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രം വലിപ്പമാണ് നമ്മൾ കാണുന്നത്. ആമേ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പാടിയതുപോലെ കർത്താവ് നമ്മുടെ പെരുമാറുന്ന ദൈവകൃപ എത്ര വലുതാണ്. ആമേ ആമേ നമ്മളെ നമ്മൾ പോലും അറിയാതെ നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ. ആമേ മറിയേണ്ട കൃപ ഉണ്ടെങ്കിലും നമുക്കത് അറിയത്തില്ല. ദൂതം വിളിച്ചു പറഞ്ഞു എന്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട്. ഇതിനകത്തായിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ദൈവമക്കളായി തീരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ വ്യാപരിക്കുന്നത് ദൈവകൃപയുണ്ട്. ആ ദൈവകൃപ നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റുന്നതാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധി കാര്യങ്ങളെ തിരിച്ചറിയുമ്പോൾ ദൈവത്തോട് വിളിച്ചു പറയണം. അതിന്റെ പരിമിതികളെ നോക്കി പിശാചിനെ വെല്ലുവിളിക്കുമ്പോൾ സ്വന്തം ഹല്ലേലൂയ ദൈവം എന്താ ചെയ്തതെന്നുള്ള ബോധ്യതയുള്ളവർ മാത്രമേ സ്വന്തം ചെയ്തു വചനമെന്ന വാടുകൊണ്ട് അതിന് വെട്ടാൻ കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്വന്തം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന നമ്മളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു ആ ദൈവിക പദ്ധതി നമ്മളെ കൊണ്ട് എത്തിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം എന്റെയും നിങ്ങളുടെ മേൽ പകർന്നതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അത് തിരിച്ചറിയേണ്ട ദൈവത്തോട് കർത്താവേ എന്റെ മേൽ അങ്ങ് പകർന്ന ദൈവ കൃപയ്ക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ പലപ്പോഴും പിശാച് പറഞ്ഞൊരു കാര്യം, നീ ദൈവത്തിനോട് എന്ത് ചെയ്യാനോ? ഹല്ലേലൂയ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഒരു സത്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അവയെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് എന്ത് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം പകർന്നിട്ട ദൈവം നമ്മളെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളവിടെ പറയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവിക നന്മ ഞാൻ പ്രാപിച്ചിരിക്കും. അതിനുവേണ്ടി എന്നിൽ എന്തെല്ലാം പോരായ്മയുണ്ടോ അതിനെല്ലാം മാറ്റുന്ന ദൈവത്തിന്റെ കൃപ എന്റെ പേരുണ്ട്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ വിളിച്ചു പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ഹല്ലേലൂയ. എന്റെ മേൽ ദൈവമാർന്ന കൃപയുണ്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് ഇന്ന് പോൽക്കാലം തിരിച്ചറിയുന്ന ദൈവ മക്കളെല്ലാം ദൈവസ്ഥലി വിളിച്ചു പറയാം. അമ്മ കർത്താവേ എന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ദൈവം എന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ അത് ഞാൻ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. യേശുവിനെ പലപ്പോഴും നമ്മൾ വീഴുന്നിടം കണ്ടുകൊണ്ട് പിശാച് നമുക്കെതിരെ വെല്ലുവിളിക്കുന്നത്, നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിനക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നാം ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ അവിശ്വാസം പിശാച് കൊണ്ടുവന്നിട്ട് വിളിച്ചു പറയും, നമ്മളെ നമ്മുടെ കണ്ടീഷൻ നോക്കിയിട്ട് വിളിച്ചു പറയും, അങ്ങനെയൊന്നും നിനക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. എന്നാൽ ഇതുപോലെ കാലം ഹല്ലേലൂയ നാം എന്താ പറയണ്ടേ? എന്നിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എന്റെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ അവൻ എവിടം വരെ ഓടാൻ ദൈവം വിളിച്ചിരിക്കുന്നുവോ എന്ത് ചെയ്യാൻ ദൈവം വിളിച്ചിരിക്കുന്നുവോ അത് ഞാൻ ചെയ്യുന്നത് എന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, എന്റെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല, എന്റെ പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവൻ എന്റെ കൂടെയുള്ളതായിരിക്കുന്ന ജനത്തിന്റെ സപ്പോർട്ടിലല്ല. ദൈവം എന്റെ പേർ പകർന്ന ദൈവകൃപയിലാണ്. ഹല്ലേലൂയ. അവൻ അതുപോലെ സത്യമായ കാര്യമാണ്. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ. അങ്ങനെ പോലെ കാലം ഹല്ലേലൂയ ദൈവമക്കളെ എന്റെ നിങ്ങളുടെ സ്ഥിതി മാറും. കാരണം സ്ഥിതി മാറ്റുന്ന ദൈവകൃപ നിങ്ങളുടെ അകത്തുണ്ട്. ആ ദൈവം തിരിച്ചറിഞ്ഞപ്പോ മറിയ ദൈവസനെ സമർപ്പിച്ചു, കർത്താവേ ഞാൻ അങ്ങയുടെ ദാസിയാണ്. നമുക്ക് ദൈവത്തോട് എന്താ പറയാനുള്ളത്? കർത്താവേ ഞാൻ അങ്ങയുടെ മകനാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ മകളാണ്. ഈ പദവിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്താ? ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്നും പുതിയത് ചെയ്യുന്ന ദൈവം. നമ്മൾ പലതും ദൈവശബ്ദത്തിൽ പ്രതികരിച്ചിട്ട് പലതും സംഭവിക്കാതെ പിശാച് പറയും, അങ്ങനെ ചെയ്യുന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദൈവ ശബ്ദത്തിന്റെ വിശ്വാസത്താൽ പ്രതികരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. നമ്മുടെ ബലഹീനതകൾ മാറിപ്പോകും. കർത്താവ് നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിലിപ്പോ 50%, അതിൽ 10%. ദൈവം നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളായി തീരണം. അത് തന്നെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അതിനകത്ത് നമുക്കൊരു എക്സ്ക്യൂസും ഇല്ല. അതിൽ പറയാൻ ഒറ്റ കാര്യം, അത് ചെയ്യാനുള്ള ദൈവകൃപ ദൈവം തന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്ന നമ്മൾ വായിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം ദൈവാത്മാവിടെ ഉള്ളതുപോലെ നിങ്ങളുടെ ഹൃദയം തെറ്റി പ്രകാശിക്കണം. നിങ്ങളുടെ ഹൃദയം തെറ്റി പ്രകാശിക്കണം. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തേക്കാണ് തുറയണം. ഇതുപോലെ കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോയി സമർപ്പിക്കുക. എന്റെ മേൽ
ദൈവം പകർന്ന ദൈവത്തിന്റെ കൃപയുണ്ടെന്ന്. ആമേ സ്തോത്രം. നമ്മളെല്ലാവരും ഇതുപോൽക്കാലം തിരിച്ചറിയുക. ആ ദൈവത്തോട് പറ, കർത്താവേ, പലതും എനിക്കില്ല, പലതും എനിക്ക് പോരായ്മകളുണ്ട്, പലതിനെയും നോക്കി പിശാചിനെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ഈ പോരായ്മകളെല്ലാം മാറ്റുന്ന ദൈവകൃപ എന്റെ മേലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ദൈവകൃപ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. ആ ദൈവകൃപ മാത്രം മതി കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ഈ തിരിച്ചറിവോടെ അവൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആരാധന അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവഹിതത്തിന്റെ മുമ്പിൽ നാം നമ്മളെ സമർപ്പിക്കുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ. ദൈവഹിതത്തിന്റെ മുമ്പിൽ നാം നമ്മളെ സമർപ്പിക്കുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എവിടെ എന്താണ് അവിടെ നടക്കുന്ന അത്ഭുതം? ദൈവം ആഗ്രഹിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ജീവിതം മാറുന്നു. ഹല്ലേലൂയ. എന്റെ ശരീരത്തിലുള്ള രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു. ഹല്ലേലൂയ. എന്റെ മനസ്സിന്റെ പരിമിതികൾ കൂട്ടിമാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അങ്ങനെ അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഭയങ്കരമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. എല്ലാവരും തിരിച്ചറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവര് എല്ലാവരും ഇതിന്റെ അകത്ത് വന്ന് എന്താണെന്നറിയാമോ? നിങ്ങളിലുള്ള ദൈവകൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് വിളിച്ചു പറ, കർത്താവേ, ആ കൃപ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. ആ കൃപ മാത്രം മതി കർത്താവേ. ഹല്ലേലൂയ. തിരിച്ചറിവോടെ ആമേൻ. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കാനെല്ലാം നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥിതി മാറും. ഹല്ലേലൂയ. എന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ഇപ്പോൾ എന്തായിരിക്കുന്നതല്ല, ദൈവം എന്തിനുവേണ്ടി വിളിച്ചിരിക്കുന്നുവോ ആ വിളിക്കൊത്തവണ്ണം സ്ഥിതിയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. അതിന് നമ്മളെ സ്വതന്ത്രം ചെയ്യുന്നു. അതിലേക്ക് അവർ ഉയർത്തുന്നത് നമ്മളകത്തുള്ള ദൈവകൃപയാണ്. അങ്ങനെയെങ്കിൽ ആ തിരിച്ചറിവോടെ സന്തോഷത്തോടെ ദൈവത്തിൽ വിളിച്ചു പോകാം, കർത്താവ്, ഈ കൃപ മാത്രം എനിക്ക് മതി. ആ തിരിച്ചറിവോടെ നമ്മുടെ കർത്താവിന്റെ